ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യണം കേട്ടോ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രന്റെ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ആ ഒരു ഭാരവും കൂടി ഇറക്കി വെച്ചിരിക്കുകയാണ്. അത് നേരെ ഗോവർദ്ധന് കൊടുത്തു കേട്ടോ. ഗോവർദ്ധൻ ഇനിയിപ്പോ ഇതും കൊണ്ട് കുറെ നാൾ നടക്കാലോ. കാരണം നമുക്കൊരു രഹസ്യം കിട്ടിക്കഴിഞ്ഞാൽ ചിലവർക്ക് അത് സൂക്ഷിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ചിലവർക്കെന്നല്ല, മനുഷ്യരങ്ങനെയാണ്. നമുക്കൊരു രഹസ്യം കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞാലേ മനസ്സിൽ നിന്ന് പോകത്തുള്ളൂ. അപ്പൊ ഏതായാലും നമ്മുടെ ബാലചന്ദ്രൻ വാക്കും മേടിച്ചിട്ടുണ്ട്, ഈ രഹസ്യം ആരോടും പറയരുത് എന്ന്. അങ്ങനെ നമ്മുടെ ഗോവർദ്ധൻ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഉള്ളത്. നെടുമ്പുരയ്ക്കൽ വീട്ടിലാണെങ്കിൽ അച്ഛൻ ഇന്ന് വരില്ലായിരിക്കും അല്ലേ, എന്നാ പിന്നെ നമുക്ക് കിടന്നേക്കാന്നും പറഞ്ഞ് അവർ അത്താഴമൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ തുടങ്ങുകയാണ്. അച്ഛൻ എന്താ ഇന്ന് വരാത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കൃഷ്ണമോളും ബബിതയും രോഹിത്തും ഒക്കെ. അപ്പം അച്ഛൻ ഇങ്ങനെ വിളിച്ചപ്പോ പറഞ്ഞത് നമ്മളോട് കിടന്നോളാനല്ലേ, അപ്പൊ നമുക്ക് കാത്തിരിക്കണ്ട. അച്ഛൻ വന്നാൽ ഒരു ഹോൺ അടിക്കും, അല്ലെങ്കിൽ അച്ഛൻ വന്നു കഴിഞ്ഞാൽ കോളിംഗ് ബെൽ അടിക്കില്ലേ, പിന്നെ എന്തിനാ മക്കളെ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പോയിട്ടെ അച്ഛൻ വന്നത് ഓർക്കണുണ്ടോ അലീന ചേച്ചി? അയ്യോ, അന്ന് എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചത്? അന്ന് മുതൽ തുടങ്ങിയതല്ലായിരുന്നോ അച്ഛൻ ഇവിടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട്? അന്ന് പോയപ്പോ എന്തോ ഒരു വലിയ സംഭവം കിട്ടി, അച്ഛൻ തുടങ്ങിയതാന്ന് ബബിത പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോള് അലീനെ ഇങ്ങനെ നോക്കാണ് കേട്ടോ. കാരണം കൃഷ്ണമോൾക്കും അലീനയ്ക്ക് അറിയാം അന്ന് പോയപ്പോ എന്താ നടന്നത്, എന്താണ് ബാലചന്ദ്രന് കിട്ടിയത് എന്ന്. ഈ സമയത്ത് വിഷയം മാറ്റിവിടാൻ വേണ്ടി നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞു, ബബിത ചേച്ചി രാവിലെ സ്കൂളിൽ പോകണ്ട, കോളേജിൽ പോകണ്ട അല്ലേ? എനിക്കും സ്കൂളിൽ പോകണം. എത്ര ദിവസമായി? 3 ദിവസമായില്ലേ, നോട്ട്സ് ഒക്കെ എഴുതാനില്ലേ? അതുകൊണ്ടേ ബാ നമുക്ക് പോയി കിടക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓ നീ എന്നെ കിടത്തുവൊന്നും വേണ്ട കേട്ടോ, അല്ലേ അമ്മച്ചി വന്നിരിക്കുന്നു ഭരിക്കാനായിട്ട്. ഞാൻ അലീന ചേച്ചി പറഞ്ഞപ്പോ അല്ലെങ്കിലും പോയി കിടക്കാൻ വേണ്ടി തന്നെയാ ഇരുന്നത്. നീ എന്നെ കൂടുതൽ ഭരിക്കണ്ടെന്ന് പറഞ്ഞപ്പോ അയ്യോ വേണ്ടേ വേണ്ടേ, ഇവിടെ അടിയും ബഹളവും വേണ്ടേ, നിങ്ങൾ പോയി കിടക്ക്, ഞാൻ പറയാം, നിങ്ങൾ പോയി കിടക്ക്. അച്ഛൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ചാ പോരെ? അച്ഛൻ ഇനി വരത്തില്ലെന്നേ, അച്ഛനോട് ഞാൻ പറഞ്ഞായിരുന്നു അവിടെ ഒരു റൂം വല്ലതും എടുത്തിട്ട് റെസ്റ്റ് എടുക്കാനായിട്ട്. ഡ്രൈവ് ചെയ്യുന്നതല്ലേ എന്ന് വെച്ചപ്പോഴത്തേക്കും അതിന് ഗോവർദ്ധനങ്ങളുണ്ടല്ലോ, ഗോവർദ്ധനങ്ങളിനെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുവോ? ഇല്ലല്ലോ, ഗോവർദ്ധനങ്ങളിനെ കൊണ്ട് മാത്രം ഡ്രൈവ് ചെയ്യിപ്പിക്കത്തില്ല. അത് നമ്മുടെ അച്ഛന് കൂടെ അല്ലേ ചെയ്തുകൊണ്ട് വരുന്നത്, ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ അച്ഛനും ക്ഷീണം കാണും, ഗോവർദ്ധനങ്ങളിലും ക്ഷീണം കാണും. അവര് പതുക്കെ വന്നോളൂ. ഇനിയിപ്പൊ 10 പേരും പറഞ്ഞുകൊണ്ട് ഉറക്കം ഉളയ്ക്കാനിരിക്കേണ്ട, പോയി കിടന്നുറങ്ങാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ നേരെ പോവാണ് നമ്മുടെ കൃഷ്ണയും ബബിതയും കൂടെ റൂമിലേക്ക്. രോഹിത് ആണെങ്കിൽ, അല്ല അലീന ചേച്ചി, എന്നിരുന്നാലും അച്ഛൻ നേരത്തെ വരികയാണെങ്കിലേ ഒന്ന് വിളിച്ചേക്കണം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു. വിളിക്കാം, മോൻ പോയി കിടന്നോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രോഹിത്തും പോയി കിടന്നു കേട്ടോ. അച്ഛനോട് എന്ത് സ്നേഹമുള്ള മക്കളാണല്ലേ, ഇങ്ങനെ അച്ഛനോട് സ്നേഹമുള്ള മക്കളാക്കി തീർക്കാൻ നമ്മുടെ അലീന തന്നെയാ പാടുപെട്ടത്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഗോവർദ്ധനും ബാലചന്ദ്രനെയാണ് പിന്നെ കാണിക്കുന്നത്. നേരം പരപരാ വെളുത്തു. അവര് അവിടെ താമസിച്ച ഹോട്ടൽ വെക്കേറ്റ് ചെയ്തിട്ട് പോരുവാണ്, തിരിച്ച് വണ്ടിയിലിരുന്ന് പോരുവാണ്. ഇപ്പോഴും ഗോവർദ്ധനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ബാലചന്ദ്രന് നേരിട്ട പ്രശ്നങ്ങളും ബാലചന്ദ്രൻ ഇറങ്ങി പുറപ്പെട്ട വഴികളും ഒക്കെ വല്ലാതെ അങ്ങ് അലട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോവർദ്ധൻ ഇങ്ങനെ എന്തൊക്കെയോ ഓർത്തിരിക്കുമ്പോഴത്തേക്കുമാണ് ബാലചന്ദ്രൻ ചോദിക്കുന്നത്, എന്താടാ നീ ഇപ്പോഴും അവിടെ നിന്ന് ഇറങ്ങി വന്നില്ലേ? ഇപ്പോഴും നീ അലീനയുടെയും ഈ പറയുന്ന സ്റ്റാൻലിയുടെയും വൈജയുടെയും ഒക്കെ കഥയായിട്ട് ഇരിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ ബാലേട്ട, അത് കേട്ട് ഞാൻ വല്ലാണ്ടങ്ങ് ഷോക്കായി പോയി. ബാലേട്ട, എനിക്ക് മനസ്സിലാവുന്നില്ല ബാലേട്ട, ബാലേട്ടൻ എന്തിനാ ഇത്രയ്ക്ക് പാവമാകുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, പാവമല്ലാട്ടോ, സോറി, പാവം ആകുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ബാലൻ പറഞ്ഞു, അതെ, അലീനയ്ക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെ പോകാൻ തയ്യാറാ ഗോവർദ്ധന. കാരണം എന്താണെന്നറിയാമോ, അവൾ ഈ ലോകത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാന്നോ? ഈ എന്നെയാ അവള് ഈ ലോകത്തില് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ഞാന് വെറുക്കേണ്ടവളാ അലീന, അതുപോലെ സ്റ്റാൻലി ഒക്കെ ഞാൻ വെറുക്കേണ്ടവരാ. പക്ഷേ ഇപ്പം സ്റ്റാൻലിയെ കാണാൻ വേണ്ടി ഒരു പട്ടിയെ പോലെ അവന്റെ വീട്ടിന്റെ മുറ്റത്ത് പോയി നിൽക്കേണ്ട ഗതികേട് വന്നതേ എന്തുകൊണ്ടാണെന്നറിയാമോ? അലീനയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെട്ടതാ. അല്ലെങ്കിൽ ഒരിക്കലും ഈ ബാലചന്ദ്രൻ ആരുടെയും മുമ്പിൽ പോയി കാല് പിടിക്കില്ല. കാരണം ഇനിയും അവളെ ഞാൻ അനാഥാലയത്തിനും അതുപോലെ തെരുവിലേക്കൊക്കെ എറിഞ്ഞു കളയണോ? സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ എനിക്ക് ദൈവം ഈ ഭൂമിയിലെ ജീവിക്കാൻ അനുവാദം തന്നില്ലേ? ഈ ഭൂമിയിൽ ഞാൻ ഉണ്ടായില്ലേ? അതിന് എന്തർത്ഥമാ ഉണ്ടാകുന്നത് ഗോവർദ്ധന? അതുകൊണ്ട് തന്നെയാ ഞാൻ അലീനയ്ക്ക് വേണ്ടി എൻ്റെ അഭിമാനവും എൻ്റെ മാനവും എല്ലാം ഞാൻ പണയം വെച്ച് ഇപ്പോഴും അലീനയ്ക്ക് വേണ്ടി നിൽക്കുന്നത്. പഞ്ചപാവ പെങ്കൊച്ച്.
അവൾ എന്ത് ചെയ്തു? ഏ എവിടെന്നോ ഒരമ്മയെ കാണാൻ വേണ്ടി, അമ്മയുടെ വാത്സല്യം, അമ്മയുടെ സ്നേഹം അതൊക്കെ കിട്ടാൻ വേണ്ടി എവിടെന്നോ വന്ന് അമ്മേനെ ഒരു നോക്ക് കാണാനും ആ കയ്യിൽ നിന്ന് ഒരു നേരത്തെ ആഹാരം മേടിച്ച് കഴിക്കാനും ഒക്കെ ആഗ്രഹിച്ചു വന്ന ആ കൊച്ചിനെ സ്വന്തം തള്ളയിട്ട് കാൽ ചുവട്ടിൽ ചവിട്ടി കൂട്ടുകയാണ്. അവൾ ഒരുപാട് സഹിക്കുന്നുണ്ട്, ഒരുപാട് ക്ഷമിക്കുന്നുണ്ട്. അതൊക്കെ ആർക്ക് വേണ്ടിയാണെന്നറിയാമോ? അവളെ ഇതുവരെ സ്നേഹിക്കാത്ത അവളുടെ അമ്മയ്ക്ക് വേണ്ടിയും അവളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയുമൊക്കെ ഇപ്പം അവൾ എനിക്ക് വേണ്ടിയും കുറെ സഹിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ കണ്ടില്ലെന്ന് വെക്കണോന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗോവർദ്ധൻ ചോദിച്ചു, എങ്കിലും ബാലേട്ടൻ ഇങ്ങനെ ഞെരുങ്ങുന്നതേ തിങ്ങി ഞെരുങ്ങുന്നത് കാണുമ്പോഴേ സഹിക്കാൻ പറ്റണില്ല. ബാലേട്ടന്റെ വില ബാലേട്ടൻ എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുപോയി കളയാണല്ലോ എന്ന് ഓർത്തിട്ട് ബാലേട്ടന്റെ വില, അതുപോലെ ബാലേട്ടനെ എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. ബാലേട്ട, ഞാൻ എന്തോ ചെറുതായതുപോലെ എനിക്ക് തോന്നുന്നു ബാലേട്ടന്റെ മുമ്പിൽ എന്ന് പറഞ്ഞപ്പം, ഈ ബാലൻ വലുതാന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഈ ബാലനെ വലുതൊന്നുമല്ല, ഈ ബാലൻ ചെറുത് തന്നെയാ, ചെറുത്. കാരണമേ എല്ലാവരും കൂടെ ചണ്ടിയാക്കി വലിച്ച് എറിഞ്ഞ ഒരു ചെറിയ പുഴു, ഈ ഓടക്കൂടെ ഒക്കെ പോകുന്ന പുഴുവില്ലേ, ആ പുഴു പോലെ മാത്രമേ ഈ ബാലചന്ദ്രനുള്ളൂ. അല്ലാതെ ഈ ബാലചന്ദ്രനെ ഒരു വിലയുമില്ല. ഗോവർദ്ധനോട് ആരാ പറഞ്ഞേ വിലയുള്ള മനുഷ്യനാണെന്ന്? അത് പിന്നെ ബാലേട്ട, അങ്ങനെയൊന്നും പറയരുത്. ഇപ്പം എന്റെ മുമ്പിലും അതുപോലെ ദൈവത്തിന്റെ മുമ്പിലും ഏറ്റവും കൂടുതൽ വിലയുള്ളത് ആർക്കാണെന്ന് അറിയാമോ? ബാലേട്ടന്റെ ഈ മനസ്സിന്. ഞാൻ സത്യം പറയാം, ബാലേട്ടന്റെ മുമ്പില് എനിക്ക് ആ കാല് തൊട്ട് ഒന്ന് നമസ്കരിച്ചാൽ കൊള്ളാന്നുണ്ട്. അത്രയും നല്ല മനുഷ്യനെ ബാലേട്ട അലീനയ്ക്ക് വേണ്ടിയാണെങ്കിലും ഈ ബാലേട്ടൻ കാണിക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, ഒരിക്കലും ഒരു മനുഷ്യനും കാണിക്കാത്ത കാര്യങ്ങളാ. ദയ, കാരുണ്യം, മനസാക്ഷി, ഇതൊന്നും ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനും ഉണ്ടാവില്ല. അവനവന്റെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന മനുഷ്യർ മാത്രം ഉള്ള ഒരു ലോക ഇത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നാ നിനക്ക് തെറ്റിപ്പോയി. അങ്ങനെ ഞാൻ മാത്രമല്ല അലീന, അവളും അവളുടെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചിരുന്നെങ്കിലേ ഇപ്പം തകർന്ന് കുട്ടിച്ചോറാകുന്നത് വൈജയുടെ അഹങ്കാരവും അഭിമാനവും ഒക്കെ ആയിരുന്നു. ഇപ്പം അവള് അങ്ങനെ എല്ലാവർക്കും മുമ്പിൽ തുറന്നടിച്ചിരുന്നെങ്കില്, എന്നിട്ട് എന്തേ അവള് പറഞ്ഞില്ല? അവൾക്ക് മനുഷ്യത്വമുണ്ട്, അവള് മനുഷ്യ കുഞ്ഞാണ്, അവൾ ഒരിക്കലും വൈജയുടെ കുഞ്ഞല്ല. എങ്കിലേ ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. ഇനിയാണ് ബാലചന്ദ്രൻ കളിക്കാൻ തുടങ്ങുന്നത്. ബാലചന്ദ്രൻ ഈ സമൂഹത്തിൽ ഒരു നിലയും വിലയൊക്കെ വേണ്ടേ ഗോവർദ്ധന? അതും വൈജയ്ക്ക് മുന്നിലേ ഞാന് ഇത്രയും നാൾ ജീവിച്ചത് എങ്ങനെയാണെന്ന് നിനക്ക് അറിയായിരുന്നല്ലോ. ഇനിയെങ്കിലും തല ഉയർത്തിപ്പിടിച്ച് നെഞ്ചു വിരിച്ച് ഒരു പുരുഷനെ പോലെ അവളുടെ മുമ്പിൽ എനിക്ക് ജീവിക്കണ്ടേ? അവളുടെ മാത്രമല്ല, അവളുടെ ആങ്ങളമാരുടെ മുമ്പിലും എനിക്ക് ജീവിക്കണ്ടേ? ഇത്രയും നാൾ എന്നെ ഇട്ട് തട്ടി പറ്റിച്ച് എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയ അവക്കിട്ട് ഞാൻ പണി കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരാടാ ഗോവർദ്ധന പണി കൊടുക്കേണ്ടത്? ആ പണിക്ക് വേണ്ടി തന്നെയാ ഹലീനയെ വിട്ടു കഴിഞ്ഞാൽ ഞാൻ തയ്യാറാകുന്നത്. അത് പിന്നെ ബാലേട്ട, അതൊക്കെ വേണോ? ഇപ്പൊ നീ പറഞ്ഞില്ലേ, ഇത്രയും പാവമാണോ ബാലേട്ടൻ, ഇത്രയും നന്മയുള്ളവനാണോ ബാലേട്ടൻ എന്ന്. ആ മുഖം മാത്രമല്ല, ഈ മുഖം കഴിയും. ഈ നന്മയുടെയും പാവത്തിന്റെയും ക്ഷമയുടെയും ഒക്കെ ആ ഒരു മുഖം മൂടി മാറ്റി ഞാന്. എന്നിട്ട് യഥാർത്ഥ ബാലചന്ദ്രൻ എണീറ്റ് വരും. ആ ബാലചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ കൈതക്കൽ തറവാട് കുട്ടിച്ചോറാകും, വൈജയുടെ ജീവിതം കുട്ടിച്ചോറാകും. എല്ലാവരുടെയും മുമ്പിൽ ഉയർത്ത് തലയിൽ പൊക്കിപ്പിടിച്ച് ഞാൻ ആരോ ആണ്, ഞാൻ എന്തോ നേടി, ഞാൻ ഈ ലോകം കീഴടക്കി എന്നൊക്കെ പറയുന്ന നിന്റെ വൈജേച്ചി ഉണ്ടല്ലോ, അവക്കിട്ടുള്ള പണിയാ ഞാൻ പുറകെ കൊണ്ടുവരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഏതായാലും പറഞ്ഞ് എന്തോ ഒരു വൈകാരികതയുടെ മൂർച്ച ഭാഗം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ബാലചന്ദ്രൻ ചെല്ലുന്നത്. എന്തൊക്കെയോ പിച്ചും പേയും മധും ഇതും ഒക്കെ നമ്മുടെ ബാലൻ പറയുന്നുണ്ട്. ഗോവർദ്ധന് മനസ്സിലായി, ബാലചന്ദ്രന്റെ മനസ്സിലൊരു പാവമായൊരു ആളുണ്ട്. പാവം, അതായത് ക്ഷമയുടെയും സ്നേഹത്തിന്റെയും മനസാക്ഷിയുള്ളൊരു മനുഷ്യനുണ്ട്. പക്ഷേ വൈജയ്ക്ക് മുന്നിൽ ഒരിക്കലും നമ്മുടെ ബാലചന്ദ്രൻ പാവമാവില്ലെന്ന് മനസ്സിലായി. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതേ സ്കൂളിൽ പോകാനുള്ള തത്രപ്പാടിലാണ് കൃഷ്ണമോള്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ബബിതയും. പിന്നെ കുറച്ച് സഹായങ്ങളൊക്കെ ആയിട്ട് രോഹിത് ഇവരുടെ പുറകെ നടക്കുന്നുണ്ട്. ഇപ്പം പുള്ളിക്കാരൻ സസ്പെൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഇവരെ ഇച്ചിരി സഹായിച്ചൊക്കെ നമ്മുടെ അലീനയുടെ കൂടെ കൂടും, കിച്ചണിൽ കയറും, സഹായിക്കും, ഇവരുടെ ബാഗ് പാക്ക് ചെയ്യാനൊക്കെ കൂടും, സഹായിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് രോഹിത് നടക്കുന്നത് ആ വീട്ടിലെ.
അവിടെ അലീനയാണെങ്കിൽ കിച്ചണിൽ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നു. ബബിതയെ കാപ്പി കുടിക്കുക, കൃഷ്ണമോളെ കാപ്പി കുടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ബബിത നീ പണി നിർത്ത്, ഞാൻ ആ തുണി അലക്കി വെച്ചോളാം, ഞാൻ ആ തുണി എടുത്ത് വിരിച്ചോളാം, നീ വിരിക്കണ്ട, നീ പോ, സമയം എത്രയായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ബബിത അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, അലീന ചേച്ചി ഞാൻ തുണി വിരിച്ചിട്ടോളോ, എനിക്ക് സമയം ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് രോഹിത്, ഡി നീ അതവിടെ വെക്ക്, ഞാനിവിടെ വെറുതെ നിൽക്കല്ലേ, ഞാനത് വിരിച്ചോളാന്ന് പറയുമ്പോൾ, ഓ പിന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരുതേ, ഒരു തുണി വിരിക്കാനൊക്കെ എനിക്കറിയാം, ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ബബിത ദേഷ്യപ്പെടും. ബബിതയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ബബിതേനെ ആരും പഠിപ്പിക്കുന്നത് ബബിതയ്ക്ക് ഇഷ്ടമല്ല. ഏതായാലും കൃഷ്ണമോളാണെങ്കിൽ അതെ ഞാനേ എന്തെങ്കിലും പണി ചെയ്യാൻ കൂടണോ അലീന ചേച്ചി എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, അയ്യോ നീ ഒരു പണി ചെയ്യാനും കൂടണ്ട, ഞാൻ എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാൻ നോക്കുന്നു പറയാണ്. ഏതായാലും ഈ സമയത്ത് ഒരു ഓണടി കേൾക്കുന്നു നെടുമ്പുരിക്കൽ വീടിന്റെ മുറ്റത്ത്. വേറെ ആരുമല്ല വന്നേക്കുന്നത്, ഗോവർദ്ധനും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബാലനും ഉണ്ട്. അങ്ങനെ ദേ അച്ഛൻ വന്നു, അച്ഛൻ വന്നതിന്റെ ശബ്ദം കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മക്കളെല്ലാവരും കൂടെ ഇറങ്ങുകയാണ് അച്ഛനെ കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ അലീന വന്ന് വാതിലൊക്കെ തുറക്കുന്നു. വാതിൽ തുറന്നു ഉടനെ തന്നെ ബാലചന്ദ്രനും ഗോവർദ്ധനും കൂടെ അകത്തേക്ക് കയറി വരുന്നു. അല്ല എന്താ വേണ്ടത്, ഞാനൊരു കാപ്പി എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഗോവർദ്ധൻ പറഞ്ഞു, അതെന്താ മോളെ കാപ്പി എടുത്തോ, അതിനിപ്പോ എന്തോ ഒരു സ്ട്രോങ് ആയിട്ടൊരു കാപ്പി എടുക്ക്, ഞങ്ങള് ആകെ ക്ഷീണിച്ചു പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, 3 ദിവസം എവിടെ പോയേക്കായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഗോവർദ്ധനൻ ഒന്ന് നോക്കി ബാലചന്ദ്രൻ, എന്താ അലീനെ ഒന്ന് നോക്കി. അലീന പിന്നെ ഒന്നും ചോദിക്കാൻ നിന്നില്ല കേട്ടോ. ഏതായാലും ഈ സമയത്ത് ഗോവർദ്ധനം പറഞ്ഞു, ഞാൻ ചായ കുടിച്ചിട്ട് പോവുകയാണ്, ഏതായാലും പോട്ടെ, അവൾ ഇന്നലെ മുതൽ വിളി തുടങ്ങിയതാ, എവിടെയാന്ന് ചോദിച്ചോണ്ട്, ഇനി ചെന്നില്ലെങ്കിൽ അവളുടെ വേറൊരു രൂപം കാണേണ്ടി വരും, ബാലേട്ടൻ കണ്ടിട്ടില്ലല്ലോ, പെങ്ങടെ കരി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞ എന്നെ കൊന്ന് തിന്നു അവള്, അപ്പൊ അതുകൊണ്ടേ ഞാൻ പോട്ടെ, പിന്നെ കൊച്ചാണെങ്കിൽ ഞാൻ ചെല്ലുന്നത് നോക്കിയിരിക്കുകയാണ് അവള്, അപ്പം എനിക്ക് പോണം, പെട്ടെന്ന് ചായ എടുക്ക അലീന എന്ന് പറയുമ്പോഴത്തേക്കും അലീന ആ സമയം തന്നെ ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം ഗോവർദ്ധനോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, പോയ കാര്യങ്ങളൊക്കെ ഓക്കെ ആയോ, എന്റെ ജോലി സെറ്റൊക്കെ ആയോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, എനിക്കുള്ള താമസ സ്ഥലം സെറ്റൊക്കെ ആയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴത്തേക്കും ഗോവർദ്ധനൻ പറയുന്നുണ്ട്, അതൊക്കെ നിന്നോട് നിന്റെ അച്ഛൻ പറഞ്ഞോളൂല്ലോ, ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ, പിന്നെ എന്റെ അച്ഛൻ അത് പറയും, മിക്കവാറും പറഞ്ഞതും എന്ന് പറയുമ്പോഴത്തേക്കും ബാലന്, നീ എനിക്ക് മേളിലേക്ക് കോഫി കൊണ്ടുവന്നാൽ മതി എന്നിങ്ങനെ പറയാണ്, ഞാൻ ഒന്ന് പോയി ഫ്രഷ് ആകുമ്പോഴത്തേക്കും മതി എന്ന് പറയാ. ഈ സമയത്ത് ഗോവർദ്ധനം പോവാണ് കേട്ടോ. അപ്പൊ പിള്ളേരൊക്കെ സ്കൂളിലും പോയേ, കൃഷ്ണയും ബബിതയും രോഹിതും ഒക്കെ നേരെ സ്കൂളിലും പോയേ. അങ്ങനെ ഗോവർദ്ധനും പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അലീന കോഫിയൊക്കെ ആയിട്ട് ചെന്നിട്ട് കോഫിയൊക്കെ അപ്പോഴത്തേക്ക് തന്നെ ബാലചന്ദ്രനും കുളിച്ച് ഫ്രഷ് ഒക്കെ ആയേ. ഇപ്പൊ കോഫിയൊക്കെ ആയിട്ട് ചെന്നിട്ട്, ഇന്ന് അച്ഛാ കോഫി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ കോഫി അവിടെ മേടിച്ചു വെച്ചു. അപ്പോഴത്തേക്ക് അലീന പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അലീനോട് നിൽക്കാൻ പറഞ്ഞു. അപ്പൊ എന്താ അച്ഛാന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ ഈ ചായ കുടിച്ച് കോഫി കുടിച്ച് തീരുന്നവരെ നിനക്ക് ഇവിടെ നിൽക്കാമല്ലോ, എനിക്ക് എന്തെങ്കിലുമൊക്കെ എന്നോട് സംസാരിക്കണേ എന്ന് പറയുമ്പോൾ, അല്ല അച്ഛൻ ടയേർഡല്ലേ, അതിന് ഞാൻ ഇന്നലെ ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ കിടന്ന് ഉറങ്ങി എന്റെ ടയേർഡൊക്കെ മാറിയതാ, അല്ല ഞാൻ എവിടെ പോയതാണ്, എന്തിനു പോയതാണ് എന്നൊന്നും എന്തു പറ്റി മോളെ നീ ചോദിക്കാത്തത്. അത് പിന്നെ അച്ഛൻ പോയത് എവിടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ പോയത് എനിക്ക് വേണ്ടിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എനിക്ക് വേണ്ടി അച്ഛൻ പോയിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും നല്ലതിന് വേണ്ടി ആയിരിക്കുമല്ലോ, അല്ലാതെ ഒരിക്കലും എൻ്റെ മോശത്തിന് വേണ്ടി അല്ലെന്നും എനിക്കറിയാം. പിന്നെ അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പം, അതുകൊണ്ടാണ് നീ എന്നോട് ചോദിക്കാതെ ഗോവർദ്ധനോട് ഓരോന്ന് ചോദിക്കുന്നത് ചോദിച്ചപ്പോൾ, അത് പിന്നെ ഞാൻ അങ്കിളിനോട് എന്തെങ്കിലും ചോദിക്കണ്ടേ, പിന്നെ എനിക്കറിയാന്നുള്ള രീതിയിൽ എനിക്ക് ഗോവർദ്ധൻ അങ്കിളിനെ കാണിക്കണമല്ലോ, കാരണം ഗോവർദ്ധൻ അങ്കിളും അച്ഛനും തന്നെ സീക്രട്ടിന് എവിടെയോ പോകുന്നു, അപ്പൊ എന്നോട് പറഞ്ഞിട്ടില്ല, അപ്പൊ ഈ അലീനോടൊരു സ്നേഹം ഇല്ലല്ലോ ഈ അച്ഛനെന്ന് തോന്നുവല്ലേ ഗോവർദ്ധൻ അങ്കിളിന്, അതെനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾ പോകുന്ന സ്ഥലം എവിടെയാണ്, അത് പറയാൻ വേണ്ടിയാണ് ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോൾ, കൊള്ളാം പിടിച്ചു നിൽക്കാൻ നല്ല ശേഷിയാട്ടോ നിനക്ക്, നീ നന്നായിട്ട് പറഞ്ഞ് നീ പിടിച്ചു നിൽക്കും, എനിക്കറിയാം അതേതായാലും നിനക്ക് നിന്റെ അമ്മയുടെ ആ ജനസിന്നുണ്ടായതായിരിക്കും എന്നും പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അലീന ഒരു ചെറിയ കള്ളച്ചിരിയൊക്കെ ചിരിച്ചിട്ട് അലീന അങ്ങ് പോവാണ് കേട്ടോ. ഏതായാലും പാവം നമ്മുടെ അലീനെ ഒന്ന് സേഫ് ആക്കാൻ ബാലചന്ദ്രൻ എന്തൊക്കെ പെടപ്പാടല്ലേ, ബാലചന്ദ്രൻ ആരുടെയൊക്കെ മുമ്പിലാണ് ചീത്തപ്പേര്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാല്ലേ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നെന്ന്. അപ്പൊ എല്ലാവരും കാത്തിരിക്കാട്ടോ. അപ്പൊ അടിപൊളി വിശേഷങ്ങളാണ്. നമ്മൾ രാവിലെ എന്നും ഫുൾ വിശേഷമായിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ മറക്കാതെ കാണണം കേട്ടോ ഫുൾ വിശേഷം. രാവിലെ ഒന്നും 7:30 7:45 കൂടി ഞാൻ വിശേഷം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്കമിങ് വിശേഷം നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഇട്ടിരുന്നില്ല. നമുക്കിവിടെ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, കറണ്ട് കിട്ടാൻ ഭയങ്കര പാടാട്ടോ. അപ്പൊ ഇന്ന് ഉച്ചയ്ക്കൊന്നും കറണ്ട് ഇല്ലായിരുന്നു. ഞാൻ ഇടണം എന്നൊക്കെ ഓർത്തതായിരുന്നു, പക്ഷെ ഉച്ചയ്ക്ക് കറണ്ട് ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് അപ്കമിങ് വിശേഷം ഇടാൻ പറ്റിയില്ല. അപ്പൊ അതാണ് ഞാൻ ഇടാതിരുന്നത്. കറണ്ട് ഇല്ലെങ്കിൽ നമുക്കിവിടെ നെറ്റ് കിട്ടില്ല.
വൈഫൈ കറണ്ട് ഇല്ലാതെ നമുക്ക് കണക്ട് ആവത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. നാളെ ഏതായാലും ഉറപ്പായിട്ടും നമുക്ക് ഇവിടെ കറണ്ട് ഇല്ലെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും നാളെ ഉറപ്പായിട്ട് വിടും കേട്ടോ. അപ്പം മിസ് ചെയ്ത് കളയാതെ നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് പോയി അപ്കമിങ് ശേഷം കാണണേ. അപ്പം ടാറ്റ ബൈ ബൈ. ഫേസ്ബുക്ക് പേജിലാണ് ഫോളോ ചെയ്യണം. ആരെങ്കിലും ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. ബൈ ബൈ.